ന്റെ മട്ടുപ്പാവിലേക്ക് കടന്നു ചെല്ലാൻ. അമ്മ പിടിച്ച് കറിവയ്ക്കും എന്ന് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ആകാശത്ത് പോയിട്ട് ഈ പ്രദേശത്ത് പോലും ഒരു കാക്കകളെയും കാണാനില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഞാൻ ഒരു കർഷകനായി മാറിക്കഴിഞ്ഞു. ലോക്ഡൌൺ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഒരു മരിച്ചിനിക്കമ്പ് നട്ടിരുന്നു. എല്ലാ ദിവസവും മുടങ്ങാതെ അതിന്റെ വളർച്ച ഞാൻ പരിശോധിക്കാറുണ്ട്. സ്വന്തം മക്കളേക്കാൾ സ്നേഹം ഈ അമ്മയ്ക്ക് എന്നോടാണ് എന്നായിരിക്കും ഈ ആട്ടിൻകുട്ടി ഇപ്പോൾ വിചാരിക്കുന്നത്. ലോക്ഡൌൺ നീണ്ടുപോയാൽ അടുത്ത മട്ടൻ ചാപ്സാണിതെന്ന് പാവത്തിനറിയില്ലല്ലോ. റംബുട്ടാൻ പഴത്തിന് കൊറോണ വൈറസിനോട് സാദൃശ്യമുള്ളതിനാൽ വീട്ടിൽ കായ്ച്ചു നിന്നിരുന്ന റംബുട്ടാൻ മരത്തെ അറംപുറം വെട്ടിക്കൂട്ടി തീയിടുകയാണ് എന്റെ പിതാവ്. അടുത്തത് ഒരു മരണ വീട്ടിലേക്കാണ് എന്റെ യാത്ര. ലോക്ഡൌൺ കാലത്ത് പെട്ടെന്ന് കർഷകനായി കളയാം എന്ന് തീരുമാനിച്ച ഒരു കൂട്ടം ആൾക്കാരുടെ നിരന്തര ഉപയോഗം മൂലം കൊല്ലപ്പെട്ടവരാണിവർ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ. ഒരു കാലത്ത് നമുക്ക് ആത്മധൈര്യം നൽകിയിരുന്ന ചിലരുണ്ട്. അതിൽ പലരും ഇന്ന് വെളിച്ചം പോലും കാണാതെ ഇരുട്ടറയിൽ കഴിയുകയാണ്. ഞാനും ഒരു വർണ്ണപ്പട്ടമായിരുന്നു, ഞാനും ഒരു വർണ്ണപുഷ്പം. ആ സങ്കടം കണ്ടു നിൽക്കാൻ എനിക്കായില്ല. ഞാൻ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്കെത്തി. ഒരു മാസത്തിലേറെ കാത്തിരുന്നിട്ടും മീനോ മീൻതലയോ കിട്ടില്ലെന്നറിഞ്ഞ പൂച്ച 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. 90 കഴിഞ്ഞ എന്റെ മുത്തശ്ശി പൂർണ്ണമായും ഡിജിറ്റൽ യുഗത്തിലേക്ക് കടന്നു കഴിഞ്ഞു. നെറ്റ് കിട്ടാത്ത ചില സാഹചര്യങ്ങളിൽ സിനിമാ നടിമാരെ പോലെയാണ് മുത്തശ്ശി. വീട്ടിലെ മറ്റൊരു പ്രധാന വിനോദമാണ് ടിവിയുടെ റിമോട്ട് എറിഞ്ഞു പൊട്ടിക്കുക എന്നുള്ളത്. എല്ലാ തവണയും ഇതിന്റെ വിജയി ഇവൻ തന്നെയായിരിക്കും. യൂട്യൂബുകാരുടെ പേടി സ്വപ്നമാണിവൾ. ചമ്മന്തി ഉണ്ടാക്കേണ്ട വിധം യൂട്യൂബ് നോക്കി പഠിക്കുകയാണ് ലക്ഷ്യം. ഇതിനിടയിൽ 3 തേങ്ങ തിന്നുകഴിഞ്ഞു. 19ാം നൂറ്റാണ്ടിലെ മറ്റൊരു നിർമ്മിതിയാണിത്. ഇതിന്റെ ഉപയോഗം എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ സോപ്പ് ഒളിപ്പിച്ചു വയ്ക്കാനാകാം ഇത്രയും വലിയൊരു കല്ല് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് വിരിയേണ്ട പൂവ് 6 മണിയായിട്ടും വിരിയുന്നില്ല. മനുഷ്യനെ പോലെ സമയവും കാലവും ചെടികൾ മറന്നുപോയതിനാലാവാം. ഇവന്റെ പേരാണ് ജംബു. 42 പല്ലുകളാണ് ഇവന് ആകെയുള്ളത്. കുറച്ചു ദിവസം കൊണ്ട് തന്നെ ലോക്ഡൌൺ എന്താണെന്ന് മനസ്സിലാക്കിയ ഞാൻ വർഷങ്ങളായി കൂട്ടിക്കഴിഞ്ഞ ഇവനെ തുറന്നുവിട്ടു. അന്നത്തെ ദിവസം ഒരു തുള്ളി വെള്ളം പോലും അമ്മ എനിക്ക് തന്നില്ല. 1000-ലേറെ വിലയുള്ള പളുപളുത്ത തുണികൾ വിലസിയ ഈ അയകൾ ഇപ്പോൾ വെറും 15 രൂപയുടെ മാസ്കുകളാണ് അടക്കി വാഴുന്നത്. വൈകുന്നേരമായി. ഇനി ജംഗ്ഷനിലേക്കൊന്നു പോകണമെന്നുണ്ട്. ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് ചറപറ കൊത്തിയതുപോലെ ശക്തമായ കാറ്റും മഴയും. മൊബൈൽ ഫോൺ എടുത്ത് ആരെയെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് സമയം കളയാമെന്ന് കരുതി. നമസ്കാരം. കോവിഡ്-19 അൺലോക്ക് പ്രക്രിയ രാജ്യമെമ്പാടും ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് അത്യാവശ്യമെങ്കിൽ മാത്രമേ പുറത്തു പോകാവൂ. അതോടെ ആ മൂടും പോയി കിട്ടി. ഇനി ഒരേ ഒരു ആഗ്രഹം മാത്രം. മാസ്ക് ഇല്ലാതെ, കൊറോണയെയും പോലീസിനെയും പേടിക്കാതെ പിറന്ന മണ്ണിൽ ഒന്നുകൂടെ നടക്കണം. സാധ്യമാകും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ എന്റെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്.